ഒരിക്കൽ ഒരു യുവാവ് തന്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും മികച്ചത് കണ്ടെത്താനാവുക? ഗുരു അവനെ ഒരു വലിയ റോസാ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. മനോഹരമായ ആയിരക്കണക്കിന് പൂക്കൾ അവിടെ വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഗുരു അവനോട് പറഞ്ഞു, ഈ പൂന്തോട്ടത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീ നടക്കുക. നിനക്ക് ഏറ്റവും മനോഹരമെന്ന് തോന്നുന്ന ഒരു പൂ നിനക്ക് പറിച്ചെടുക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഒരിക്കൽ നടന്ന വഴിയിലൂടെ ഒരിക്കലും തിരിച്ചു നടക്കാൻ പാടില്ല. മുന്നോട്ട് മാത്രമേ നീങ്ങാവൂ. യുവാവ് മുന്നോട്ട് നടന്നു. കുറച്ചു നടന്നപ്പോൾ മനോഹരമായ പൂക്കൾ ഓരോന്നായി കണ്ടു തുടങ്ങി. അതിലൊന്ന് പറിക്കാനായി കൈ നീട്ടാൻ തുടങ്ങിയപ്പോൾ മനസ്സ് അവനെ പിന്നോട്ട് വലിച്ചു. ഇത്ര ധൃതിയിൽ തീരുമാനിക്കണോ? മുന്നോട്ട് പിന്നെയും ദൂരമുണ്ടല്ലോ. ഇതിലും വിസ്മയിപ്പിക്കുന്ന മറ്റൊന്ന് അവിടെ കണ്ടാലോ? അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. വീണ്ടും മനോഹരമായ ധാരാളം പൂക്കളുടെ അടുത്തുകൂടി അവൻ കടന്നുപോയി. ഓരോ തവണയും അവൻ സ്വയം ന്യായീകരിച്ചു, കാത്തിരുന്നാൽ ഇതിലും മികച്ചത് വരാനുണ്ട്. അങ്ങനെ നോക്കി നടക്കവേ പൂന്തോട്ടത്തിന്റെ സൗന്ദര്യം കുറഞ്ഞു കുറഞ്ഞു വന്നു തുടങ്ങി. മുന്നോട്ട് പോകും തോറും പൂക്കൾ വാടിയും നിറം മങ്ങിയും കാണപ്പെട്ടു. ഒടുവിൽ പൂന്തോട്ടത്തിന്റെ അരികിലെത്തിയപ്പോൾ തന്റെ കൈ ശൂന്യമാണെന്ന് വേദനയോടെ അവൻ തിരിച്ചറിഞ്ഞു. തിരിച്ചു നടക്കാൻ നിയമം അനുവദിക്കാത്തതിനാൽ അല്പം മുമ്പ് തള്ളിക്കളഞ്ഞ മനോഹാരിതയെ ഓർത്ത് അവൻ നെടുവീർപ്പിട്ടു. ഗുരു മന്ദഹസിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, ഏറ്റവും മികച്ചതിനെ തേടിയുള്ള പരക്കം പാച്ചിലിൽ നമുക്ക് അർഹതപ്പെട്ടത് പലതും നാം അറിയാതെ കൈവിട്ടു പോകുന്നു. എന്ത് കിട്ടിയാലും അതിനേക്കാൾ മികച്ചത് മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമെന്ന വിശ്വാസമാണ് പലർക്കും സ്വന്തമായി ഉള്ളവയിൽ നിന്നും ആനന്ദം കണ്ടെത്താനാവാത്തത്. അവരുടെ കണ്ണ് എപ്പോഴും അയൽക്കാരന്റെ മുറ്റത്തെ പച്ചപ്പിലും പൂന്തോട്ടത്തിലുമായിരിക്കും. പല ഓപ്ഷനുകൾ മുന്നിലുള്ളപ്പോഴാണ് പലപ്പോഴും മനുഷ്യർ ചിന്താക്കുഴപ്പത്തിലാകുന്നത്. എല്ലാം സ്വന്തമാക്കാൻ ആർക്കും കഴിയില്ല. വരാനിരിക്കുന്നത് ഇതിനേക്കാൾ അപ്രിയമാകാനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. എല്ലാം തികഞ്ഞ ഒന്ന് എന്നത് ഒരു മിഥ്യയാണ്. ചില പോരായ്മകൾ ഉണ്ടെങ്കിലും കൂടെയുള്ള ഒന്നിനെ സ്നേഹിക്കുക എന്നതാണ് ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ മനോഹരം. ഏറ്റവും മികച്ച പങ്കാളിയെ കണ്ടെത്തുകയല്ല, മറിച്ച് കണ്ടെത്തിയ പങ്കാളിയെ സ്നേഹം കൊണ്ട് ഏറ്റവും മികച്ചതാക്കി മാറ്റുകയാണ് വേണ്ടത്. ഓർക്കുക, ജീവിതം എന്നത് ഒരു മടക്കയാത്രയില്ലാത്ത പൂന്തോട്ടമാണ്. ഇന്നലകളെ തിരിച്ചു പിടിക്കാനാവില്ല, നാളെയെ മുൻകൂട്ടി കാണാനുമാവില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ തേടിയെത്തിയ നന്മകളെ സ്നേഹം കൊണ്ട് സ്വീകരിക്കുക. നല്ലതിനു വേണ്ടിയുള്ള അനന്തമായ കാത്തിരിപ്പ് പലപ്പോഴും ഏറ്റവും വലിയ നഷ്ടങ്ങളിലേക്കുള്ള എടുത്തുചാട്ടമായിരിക്കും. അവസരങ്ങൾ നമ്മെ കടന്നു പോകുന്നതിന് മുമ്പ് അവയെ തിരിച്ചറിയുക. തികഞ്ഞതിനായുള്ള അന്വേഷണമല്ല, മറിച്ച് ഉള്ളതിലെ നന്മ കണ്ടെത്തുക എന്നുള്ളതാണ് യഥാർത്ഥ സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്